വരന്തരപ്പള്ളിയിലെ ദിവ്യയുടെ കൊലപാതകത്തിൽ കുറ്റം സമ്മതിച്ച് പ്രതി കുഞ്ഞുമോൻ. ദിവ്യയെ കൊലപ്പെടുത്തിയത് കഴുത്തിൽ കയർ മുറുക്കിയെന്ന് പ്രതി. കൊലപാതകത്തിന് കാരണം കുടുംബ പ്രശ്നങ്ങളെന്നും പ്രതി പോലീസിനോട് പറഞ്ഞു. ലെവിൻ കെ വിജയൻ നൽകുന്ന വിവരങ്ങൾ. ലെവിൻ, മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യലിനൊടുവിൽ പ്രതി കുറ്റസമ്മതം നടത്തിയിരിക്കുന്നു. എന്താണ് കൊലപാതകത്തിന് കാരണമായി പറയുന്നത്? എങ്ങനെയാണ് കൊലപാതകം നടത്തിയെന്ന് മനസ്സിലാക്കുന്നത്? അരുണ്യ, ഏറെ ദുരൂഹതകൾ ബാക്കി നിന്ന കേസായിരുന്നു ഇത്. ഏകദേശം ഒരു ദിവസം, ഒരു പകൽ മുഴുവൻ നീണ്ടു നിന്ന ചോദ്യം ചെയ്യലിലാണ് ഒടുവിൽ ഇതിന്റെ സത്യാവസ്ഥ വെളിച്ചത്ത് വരുന്നത്. ചാലക്കുടി ഡിവൈഎസ്പി ബിജുകുമാറിന്റെ നേതൃത്വത്തിലാണ് പോലീസ് മണിക്കൂറുകൾ എടുത്ത് കുഞ്ഞുമോനെ ചോദ്യം ചെയ്തത്. ആദ്യം കൊലപാതകമാണെന്ന് സംശയിക്കുകയും പിന്നീട് അതിൽ ദുരൂഹതകൾ ഉണ്ടാവുകയും പ്രതി നിരന്തരം മൊഴി മാറ്റുകയും ചെയ്ത ചോദ്യം ചെയ്യലിനിടയിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിനെ അടിസ്ഥാനമാക്കിയുള്ള ചോദ്യം ചെയ്യലിലാണ് വീണ്ടും പ്രതി കുറ്റം സമ്മതിച്ചത്. തൃശൂർ മെഡിക്കൽ കോളേജിൽ ദിവ്യയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്തു. പോസ്റ്റ്മോർട്ടത്തിൽ കഴുത്ത് ഞെരിഞ്ഞാണ്, ബലമുള്ള വസ്തു കൊണ്ട് കഴുത്ത് ഞെരിഞ്ഞാണ് മരണമെന്ന് സ്ഥിരീകരിച്ചു. ഇതേക്കുറിച്ച് ചോദ്യം ചെയ്യലിൽ പ്രതി കുഞ്ഞുമോൻ കുറ്റം സമ്മതിക്കുകയായിരുന്നു. വീട്ടിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു കയർ ഉപയോഗിച്ചുകൊണ്ട് ദിവ്യയുടെ കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. ഈ ഒരു സംഘർഷവും തർക്കവും നടക്കുന്ന സമയത്ത് ദിവ്യയ്ക്ക് പനി കൂടി ഉണ്ടായിരുന്നു. ഇത് പനി ബാധിച്ചാണ് യുവതി മരണപ്പെട്ടത് എന്ന് പറഞ്ഞപ്പോൾ അയൽക്കാരടക്കമുള്ള ആളുകൾ ആദ്യഘട്ടത്തിൽ വിശ്വസിച്ചിരുന്നു. പക്ഷേ 11 വയസ്സുകാരനായ മകൻ, ഇവരുടെ മകൻ ഈ സമയത്ത് പോലീസ് സ്റ്റേഷനിൽ ഉണ്ടായിരുന്നു. രണ്ടുപേരെയും ഈ സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് ഇന്ന് രാവിലെ ഫോറൻസിക് പരിശോധനകളും മറ്റും നടത്തിയപ്പോൾ യുവതിയുടേത് കൊലപാതകമാണെന്നുള്ള സംശയമുണ്ടായി. ഇതിന്റെ കൂടി അടിസ്ഥാനത്തിൽ പോലീസ് ഈ ഫോറൻസിക് തെളിവുകൾ ശേഖരിച്ച് പ്രതിയെ ചോദ്യം ചെയ്യുകയും ഈ കുട്ടിയെ കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തിരുന്നു. രണ്ടുപേരുടെയും ചോദ്യം ചെയ്യലിൽ മൊഴിയിൽ വൈരുദ്ധ്യമുണ്ടായി. പക്ഷെ പോലീസിനെ കുഴിച്ചത് ഇതെങ്ങനെയാണ് മരണം സംഭവിച്ചത് എന്നുള്ള അന്തിമ റിപ്പോർട്ട്, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിക്കുന്നതായിരുന്നു. പ്രതി ആദ്യഘട്ടങ്ങളിൽ കുറ്റം സമ്മതിച്ചിരുന്നില്ല. അതിനുശേഷം പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ചോദ്യം ചെയ്തപ്പോഴാണ് പ്രതി കുറ്റം സമ്മതിച്ചത്. കുടുംബ പ്രശ്നങ്ങളാണ് ഈ കൊലപാതകത്തിന് കാരണമായതെന്നുള്ളതാണ് പ്രതി സമ്മതിച്ചിരിക്കുന്നത്. പക്ഷേ ഈ ചോദ്യം ചെയ്യലിൽ പോലീസിനെ കുഴച്ച മറ്റൊരു പ്രശ്നം, ഈ വീട്ടിലുണ്ടായിരുന്ന കുട്ടി ഈ ചോദ്യം ചെയ്യലുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ പോലീസിന് അനുകൂലമാകുന്ന തരത്തിലൊരു മൊഴിയും നൽകിയിരുന്നില്ല എന്നുള്ളതാണ്. കുട്ടിയെ ഇപ്പോൾ ബന്ധുക്കൾക്കൊപ്പം വിട്ടയച്ചിട്ടുണ്ട്. പ്രതിയായ കുഞ്ഞുമോനെ വരന്തരപ്പള്ളി പോലീസ് സ്റ്റേഷനിലാണ് ഇപ്പോൾ ഉള്ളത്. ഇയാളുടെ അറസ്റ്റ് അല്പസമയങ്ങൾക്കകം രേഖപ്പെടുത്തും. ഏതായാലും ഭാര്യയെ കൊലപ്പെടുത്തിയത് കുടുംബ പ്രശ്നങ്ങളെ തുടർന്നുള്ള തർക്കങ്ങളെ തുടർന്നാണെന്ന് ഇയാൾ സമ്മതിച്ചിട്ടുണ്ട്. ഒരു കയർ ഉപയോഗിച്ചാണ് പ്രതി ദിവ്യയെ കൊലപ്പെടുത്തിയത്. മറ്റൊരു കാര്യം, ഈ കൊല്ലപ്പെട്ട ദിവ്യയുടെ സഹോദരന് വാഹന അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റു എന്ന വാർത്ത കൂടി ലെവിൻ പങ്കുവച്ചിട്ടുണ്ട്. അതിന്റെ വിശദാംശങ്ങൾ കൂടി പറയും. അരുണിനെ കുറച്ച് ദുരൂഹതകൾ ഉണർത്തുന്ന, സംശയങ്ങൾ ഉണർത്തുന്ന ഒരു കാര്യമാണ് ഈ കൊല്ലപ്പെട്ട ദിവ്യയുടെ സഹോദരനെ. ദിവ്യ കൊല്ലപ്പെട്ട് മണിക്കൂറുകൾക്കകം ഇവരുടെ വീട്ടിൽ, ഈ കൊലപാതകം നടന്ന വീടിന് 150 മീറ്റർ മാത്രം അകലെയാണ് ഇദ്ദേഹം വാഹനാപകടത്തിൽപ്പെട്ടത്. ഇന്ന് വൈകിട്ട് 6 മണിയോടെ വരന്തരപ്പള്ളി കൂട്ടേലിപ്പാടത്ത് ഇയാൾ സഞ്ചരിച്ച സ്കൂട്ടറിലേക്ക്, കാറിലെ സ്കൂട്ടർ ഇടിച്ചാണ് മരണം സംഭവിച്ചിട്ടുള്ളത്. ദിവ്യയുടെ സഹോദരൻ ദീപേഷ് ആണ് ഇത്തരത്തിൽ ഗുരുതരമായി പരിക്കേറ്റിട്ടുള്ളത്. ഗുരുതരമായി പരിക്കേറ്റ ദീപേഷിനെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഈ അപകടവും മരണം നടന്നതുമായ 2 വീടുകൾ തമ്മിൽ 150 മീറ്റർ മാത്രമേ ദൂരമുള്ളൂ എന്നുള്ളതും ചില സംശയങ്ങൾക്ക് ഇടയാക്കുന്നുണ്ട്. ഏതായാലും പോലീസ് ഇക്കാര്യം സംബന്ധിച്ചും വിശദമായ ഒരു അന്വേഷണം നടത്തുമെന്നുള്ള കാര്യം ഉറപ്പാണ്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അന്വേഷണവും പോലീസ് നടത്തുന്നുണ്ട്. ഏതായാലും ഭാര്യയെ ഭർത്താവ് കൊലപ്പെടുത്തി പ്രതി കുറ്റം സമ്മതിച്ചു. ഇയാളുടെ അറസ്റ്റ് ഉടൻ പോലീസ് രേഖപ്പെടുത്തും. അതോടൊപ്പം തന്നെ നാളെ തെളിവെടുപ്പും മറ്റു തുടർ നടപടികളും ഉണ്ടാകുമെന്നാണ് ഉദ്യോഗസ്ഥർ അറിയിച്ചിട്ടുള്ളത്. മറ്റൊരു സംഭവം, ഈ കൊല്ലപ്പെട്ട ദിവ്യയുടെ സഹോദരനും ഈ മണിക്കൂറുകൾക്കകം ഈ കൊലപാതകം നടന്ന വീടിന് സമീപത്ത് വെച്ച് അപകടത്തിൽ പെടുന്നു എന്നുള്ളതും ചില സംശയങ്ങൾ കേസിൽ ഉണർത്തിക്കുന്നുണ്ട്. ഇക്കാര്യം സംബന്ധിച്ചും പോലീസ് ഒരു അന്വേഷണം നടത്തുന്നുണ്ട്. ദുരൂഹതകൾ ഒഴിയുന്നില്ല. കൂടുതൽ വ്യക്തത ഇനിയും കൈവരേണ്ടതുണ്ട്. വിവരങ്ങൾ നൽകിയത് ലെവിൻ കെ വിജയനാണ് തൃശ്ശൂരിൽ നിന്നും.